എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ദുബൈയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ 2025 ദുബൈയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിലുണ്ടെങ്കിൽ നമുക്ക് വെറും ഒരു എമിറേറ്റ്സ് ഐ ഡിയും ഐ ടെസ്റ്റും മാത്രം മതി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. ഈ ലൈസൻസ് ഞാൻ പറയാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറി നമ്പർ 3, അതായത് ചെറിയ വണ്ടി, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് ആദ്യമേ തന്നെ നമ്മൾ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് സമീപിക്കുക. അതിനുശേഷം നമ്മൾ അവിടെ ആദ്യം പോയി നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് RTA ഏതെങ്കിലും ഐ ടെസ്റ്റ് സെൻറ്ററിൽ പോയി ഐ ടെസ്റ്റ് സെൻറ്ററിൽ ചെയ്തതിന് ശേഷം നമുക്ക് എമിറേറ്റ്സ് ഐ ഡി കൊടുത്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അന്നേരം ഇനി നമ്മുടെ കയ്യിൽ നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നാട്ടിലെ ലൈസൻസ് 5 വർഷത്തിന് മേലുള്ള ലൈസൻസ് ആണെങ്കിൽ 10 മണിക്കൂർ ക്ലാസ് ചെയ്താൽ മതി. 2 5 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ലൈസൻസ് ആണെങ്കിൽ നമുക്ക് 15 മണിക്കൂർ ക്ലാസ് ചെയ്താൽ മതി. 2 2 താഴെ ആണെങ്കിൽ ആസ് എ ബിഗിനറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. പറഞ്ഞാൽ നമുക്ക് 20 മണിക്കൂർ ക്ലാസ് ചെയ്യണം. ഈ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സും കുറയും, അതുപോലെ സ്വാഭാവികമാണ് പൈസയും കുറയും. അങ്ങനെ നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ലൈസൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ RTയിൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു, സ്കൂളിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഇതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ നടക്കും. മറ്റ് ചില എമിറേറ്റ്സിലൊക്കെ ടൈപ്പിംഗ് സെൻറ്ററിലാണ് നടക്കുന്നത്. ഇതല്ല, ദുബൈയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആദ്യത്തെ സ്റ്റെപ്പാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്പൺ ചെയ്ത ശേഷം തിയറി ക്ലാസ്. അങ്ങനെ ചെറിയ വണ്ടിക്ക് 8 മണിക്കൂർ ക്ലാസ്സാണ് ചെയ്യേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻസർ, മോക്ക് ടെസ്റ്റ് എല്ലാം കൂടെ ഏകദേശം 1 ദിവസം 2 ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് തിയറി ലെക്ചേഴ്സ് എടുക്കണം. ഈ 8 മണിക്കൂർ ലെക്ചർ നമുക്ക് ഓൺലൈൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈൻ ലെക്ചറിനുള്ള യൂസർ നെയിം പാസ്വേഡൊക്കെ സ്കൂളിൽ നിന്ന് തരും. അതിനുശേഷം നമുക്ക് ഓൺലൈൻ ലെക്ചർ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ 8 തിയറി ലെക്ചർ കഴിയുമ്പോൾ നമുക്ക് RTA സിഗ്നൽ ടെസ്റ്റ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ്. RTA സിഗ്നൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തന്നേക്കാം, അല്ലെങ്കിൽ എനിക്ക് കമൻ്റ് അയച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് തന്നേക്കാം. അതിനകത്ത് കോമൺ ക്വസ്റ്റ്യൻസും ഉണ്ട്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്. കോമൺ ക്വസ്റ്റ്യന് അങ്ങനെ 2 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണണം, അതിനെപ്പറ്റി ഒരു ലെക്ചർ കാണണമെന്നുണ്ടെങ്കിൽ അതും ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. അതിനുശേഷം നിങ്ങൾ തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നാട്ടിൽ ലൈസൻസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവാലുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതൊന്നുമില്ല, അവർ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിപ്പിച്ച് നോക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അല്ല, എനിക്ക് നാട്ടിൽ ലൈസൻസ് ഇല്ല, ഞാൻ ബിഗിനറാണ്, അപ്പം ഡയറക്റ്റ് തിയറി ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ബുക്ക് ചെയ്യാം. അതായത് പ്രാക്ടിക്കൽ ക്ലാസ്, റോഡ് ക്ലാസ് ബുക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോകാം. അങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാം. സാറ്റർഡേ സൺഡേ വേണം, എനിക്ക് നൈറ്റ് ക്ലാസ് വേണം, ഡേ ക്ലാസ് വേണം, അതെല്ലാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ഡ്രൈവിംഗ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, സെയിം ലൈക്ക് റോഡ് ടെസ്റ്റാണ്. അത് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ക്ലാസ്സിലേക്ക് പോകാം. അഥവാ അത് ഫെയിൽ ആവുകയാണെങ്കിൽ 4 മണിക്കൂർ, 8 ക്ലാസ് എന്നാണ് പറയുന്നത്, 4 മണിക്കൂർ ക്ലാസ് നമ്മൾ ചെയ്യണം. വീണ്ടും ഇനിഷ്യൽ അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനിഷ്യൽ ടെസ്റ്റ് പാസ്സാവുമ്പോൾ പാർക്കിംഗ് ക്ലാസ് ഉണ്ട്. പാർക്കിംഗ് ക്ലാസ്സിന് ശേഷം നമുക്ക് അസസ്മെൻറ്റ് പാർക്കിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പാർക്കിംഗ് ടെസ്റ്റാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് പാസ്സാവണം. അത് പാസ്സായതിനു ശേഷം നമുക്ക് RTയിൽ പാർക്കിംഗ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അതും പാസ്സാവണം. ഫെയിൽ ആവുകയാണെങ്കിൽ 1-2 മണിക്കൂർ ക്ലാസ് അവർ പറയുന്ന പോലെ, ഇൻസ്ട്രക്ടർ പറയുന്ന പോലെ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ എക്സാമിനർ പറയുന്ന പോലെ ക്ലാസ് എടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ടെസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 5 മെനൂവേഴ്സ് ഉണ്ട്. 5 സ്റ്റൈൽ ഓഫ് പാർക്കിംഗ് നമ്മൾ ചെയ്ത് കാണിക്കണം. ലൈക്ക് സ്ലോപ്പ് പാർക്കിംഗ്, ആംഗിൾ പാർക്കിംഗ്, എമർജൻസി പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ് ആൻഡ് ഗാരേജ് പാർക്കിംഗ്, അതായത് റിവേഴ്സ് പാർക്കിംഗ്. നമ്മൾ 5 ടൈപ്പ് ഓഫ് പാർക്കിംഗ് ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പാർക്കിങ്ങിനെ പറ്റിയുള്ള വീഡിയോ. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഈ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാർക്കിംഗ് ടെസ്റ്റ് നടക്കുമ്പം ഇതൊരു വേറെ എക്സാമിനർ വന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യത്തില്ല. ഇതൊരു സെൻസർ ഉള്ള വണ്ടി അല്ലെങ്കിൽ ക്യാമറകളുള്ള വണ്ടി നിങ്ങൾക്ക് തരും. നിങ്ങൾ തന്നെ പോയി പാർക്ക് ചെയ്യണം. കറക്റ്റ് നിങ്ങൾ ആ സെൻസറിൻ്റെ നടുക്ക് പാർക്ക് ചെയ്യുകയും ക്യാമറയ്ക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഹെഡ് ചെക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാവും. പിന്നെ ഈ 5 പാർക്കിംഗ് നമ്മൾ പാസ്സാവണം. അതിനുശേഷം നിങ്ങൾ ഫൈനൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അഥവാ ഫെയിൽ ആവുമെങ്കിൽ ഈ ക്ലാസ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. അതുവശം നമ്മളുടെ റോഡ് ടെസ്റ്റ്, ഫൈനൽ റോഡ് ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ പാസ്സാകണം. പാസ്സായില്ലെങ്കിൽ 4 മണിക്കൂർ ക്ലാസ്, 8 ക്ലാസ് എന്ന് പറയും, 4 മണിക്കൂർ ക്ലാസ് എടുക്കണം. വീണ്ടും ഫൈനൽ ടെസ്റ്റ് ബുക്ക് ചെയ്യണം. പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും.
അതുപോലെ ഫൈനൽ ടെസ്റ്റിനെ പറ്റിയും ഇനിഷ്യൽ ഡ്രൈവിംഗ് അസസ്മെൻറ്റ് ടെസ്റ്റിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ ടെസ്റ്റ് കിടക്കും, ടെസ്റ്റിന് ഞാൻ എന്ത് ചെയ്യണം, അതിനുള്ള എല്ലാം വീഡിയോസും ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം അടുത്ത് ആൾറെഡി പറഞ്ഞു, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അന്നേരം നമുക്ക് നോർമൽ രീതിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നോർമൽ രീതിയിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ ടെസ്റ്റ് വീതം നിങ്ങൾക്ക് കിട്ടും. അതാണ് നോർമൽ അഡ്മിഷൻ എന്ന് പറയുന്നത്. അതല്ല, എനിക്ക് കോൺട്രാക്ട് ബേസിൽ വേണം, എനിക്ക് ഡ്രൈവിങ്ങിൽ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ അൺലിമിറ്റഡ് പാക്കേജ് എടുക്കാറുണ്ട്. എത്ര നമ്മൾ ഫെയിലായാലും എത്ര ക്ലാസ് എടുക്കേണ്ടി വന്നാലും സ്കൂളുകാർ ഒരു അൺലിമിറ്റഡ് പാക്കേജ് തരും. അതിന് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് പാക്കേജ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് നാട്ടിൽ ലൈസൻസ് ഉണ്ട്, നാട്ടിൽ എനിക്ക് നല്ല ഇത് വണ്ടി ഓടിക്കാം, അന്നേരം എനിക്ക് ഇവിടെ ഒരു ഗോൾഡൻ ചാൻസ് വേണം. അങ്ങനെയാണെങ്കിൽ ദുബൈയിൽ നമുക്ക് ഗോൾഡൻ ചാൻസ് കിട്ടും. ഗോൾഡൻ ചാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്നൽ ടെസ്റ്റ്, അതായത് തിയറി ടെസ്റ്റും ഫൈനൽ ടെസ്റ്റും മാത്രമേ ഉള്ളൂ. തിയറി ടെസ്റ്റ് നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാം. പക്ഷേ ഫൈനൽ ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4 മണിക്കൂർ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ആദ്യം മുതൽ എടുക്കേണ്ടി വരും പറഞ്ഞാൽ. പിന്നെ ഡയറക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. GCC കൺട്രി ലൈസൻസ് ഉള്ളവർക്ക് സിഗ്നലും ഫൈനലും മാത്രമേ ഉള്ളൂ. അത് സിഗ്നൽ ഫെയിലായി കഴിഞ്ഞാൽ റീ അപ്ലൈ ചെയ്യാം, വീണ്ടും സിഗ്നൽ കൊടുക്കാം. പാസ്സായി കഴിഞ്ഞാൽ ഫൈനൽ അപ്ലൈ ചെയ്യാം. ഫൈനൽ ഫെയിലായി കഴിഞ്ഞാൽ 4 മണിക്കൂർ ക്ലാസ് എടുക്കുക, വീണ്ടും ഫൈനൽ അപ്ലൈ ചെയ്യും. അവർക്ക് വേറെ പാർക്കിംഗ് ടെസ്റ്റോ ഇനിഷ്യൽ അസസ്മെൻറ്റ് ടെസ്റ്റുകളോ ഒന്നും ഇല്ല. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മെയിനായിട്ട് ഇങ്ങനെയുള്ള സ്റ്റെപ്സ് മൂലമാണ് നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ മെയിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിവതും 99.9 അല്ല 100% ഞാൻ കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ മറ്റു വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ പ്ലസ് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും, ബെസ്റ്റ് വിഷസ്. ദുബൈയിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.